ഹലോ ഗൈസ്, നമസ്കാരം. ബബ്ബബേന്റെ ട്രെയിലർ നമ്മൾ കണ്ടു. ഇപ്പോൾ ആദ്യത്തെ ലിറിക്കൽ വീഡിയോ ഇന്ന് 7:05 ഇറക്കി വിടുന്നു പറഞ്ഞ് കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ഗോപാലേട്ടൻ ഇറക്കി വിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് വൈകിപ്പോയി. ഏതായാലും കാണാൻ പോവാണ്. അഴിഞ്ഞാട്ടം ലിറിക് വീഡിയോ ഉണ്ട്. ഇതിന്റെ പോസ്റ്റർ തന്നെ ഒരു അജാതി അതിന്റെ തമ്മനയിൽ തന്നെ സൂപ്പർ തമ്മനയിലാണ് കേട്ടോ. ലാലേട്ടനും ദിലീപേട്ടനും ആ ഒരു പോസ്റ്റ് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വൈബ് വേറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഡാൻസ് മൂഡ്. ഓക്കെ, അപ്പോൾ അഴിഞ്ഞാട്ട ലിറിക്കൽ വീഡിയോ മോഹൻലാൽ, ദിലീപ്, ഷാൻ റഹ്മാൻ, പാടിയിരിക്കുന്നത് MG ശ്രീകുമാർ ഉണ്ട്, വിനീത് ഉണ്ട്, പാടിയെന്ന് നമുക്കറിയില്ല. ആൻഡ് ലിറിക്സ് വിനായക് ശശികുമാർ ആണ്. ഓക്കെ, ലെറ്റ്സ് ഗോ മാൻ. തോക്കിലം ഗോപാലൻ ഇടിമുട്ടാണല്ലോ മുഴങ്ങുന്നത്. ഓ ലാലേട്ടൻ, ലാലേട്ടൻ here he comes man, ഇടഞ്ഞ കൊമ്പൻ. hey ഹൈപ്പ് കേറി കേറി എങ്ങോട്ടേത് Ayo va. Barra mari. Riyaloji, Mohanlal. Hey, ഇതാരുടെ ഇത്? സാന്റിയാ? ടിയൻ, ഗില്ലി. ഷാൻ റഹ്മാൻ. ओरिजिनल स्कोर को भी सुनता है. सैंडी अयवा या माना എന്താ മോനെ. സുന്ദരൻ ലാലേട്ടൻ നോക്കിടാ നീ. ഗില്ലി യൂണിവേഴ്സ്. ജനപ്രിയൻ നായകൻ ദിലീപ്. man, look at the സെറ്റലിട്ട് നോക്കും മോനെ. യാ മോനെ, സിംഹണ്ട സിംഗം. Oh man. അത് പാട്ട്, ഇത് പാട്ട്. മക്കളെ, ഞാൻ ഒരൊറ്റൊരു കാര്യം പറയാം. ഇത് ഈ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പം ഇതിൻ്റെ തമ്മിൽ വന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് കമൻറ്റ് വായിച്ചു നോക്കി. കമൻറ്റിന് എന്താണെന്ന് എനിക്കറിയില്ല, ഭയങ്കര നെഗറ്റീവ്.
നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഫുൾ ഞാൻ വിചാരിച്ചത് എന്ത് പറ്റി, ഷാൻ റഹ്മാനെ കുറ്റം, ഈ പാട്ടിനെ കുറ്റം, ലിറിക്സിനെ കുറ്റം, മൊത്തത്തിൽ കുറ്റം എഴുതാ. ഈ ലിറിക്സ് ഒന്ന് മാറ്റി വീണ്ടും ചെയ്യാനുള്ള ടൈം ഉണ്ടാവുമോ? ഇല്ല അല്ലേ. ഷാൻ റഹ്മാൻ പണി നിർത്തിക്കോ ബട്ടൺ. ഹൈപ്പ് കയറിയ പടത്തിന്റെ പാട്ടിറക്കി ഹൈപ്പ് കുറക്കുന്ന ഷാനിക്ക തിയേറ്ററിൽ ഇറക്കാതിരിക്കാൻ പറ്റുമോ ബട്ടൺ? ഇത് എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല. അന്യഭാഷയിലെ പാട്ട് മലയാളത്തിൽ ഡബ്ബ് ചെയ്ത പോലെയുണ്ട്. എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ പുഷ്പയിലെ പാട്ട് വരികളൊന്നും പ്രശ്നമല്ല. അവർ എന്ത് ബീറ്റിട്ടാണ് നമ്മുടെ തെലുങ്ക് പാട്ടിനോ തമിഴ് പാട്ടിനോ ഇനി ഹിന്ദി പാട്ടിനോ നമ്മൾ തുള്ളും, ഭയങ്കര ഉത്സവമായിട്ട് കൊണ്ടാടും. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ പാട്ട് ഉണ്ടായിക്കൂടാ? നമുക്ക് എന്തുകൊണ്ട് ലിറിക്സ് ഇങ്ങനെ ഉണ്ടായിക്കൂടാ? എനിക്ക് യാതൊരുവിധ നെഗറ്റീവ് എനിക്ക് തോന്നിയില്ല. എന്താണോ ആ പടം ഉദ്ദേശിക്കുന്നത്, ആ പടത്തിന്റെ ഒരു മൂഡിനനുസരിച്ചുള്ള ക്രിയേറ്റ് ചെയ്ത ഒരു പക്ക ഒരു നമ്മളിത് കാണുന്ന സമയത്ത് ഇത് തെലുങ്ക് പടമാണോ അല്ലെങ്കിൽ ഒരു തമിഴ് പടമാണോ നമുക്ക് തോന്നിപ്പോവും. അജാതി ഒരു എനർജിയിലൊരു പാട്ട്, മ്യൂസിക്കിലൊന്നും യാതൊന്നും നടക്കും. പക്ഷെ എവിടെയൊക്കെ കേട്ട് മറന്നൊരു സാധനം എനിക്ക് അടിക്കുന്നുണ്ട്, ഏതോ തമിഴിൽ പാട്ടും അങ്ങനെയൊക്കെ. പക്ഷെ ഒരു വെറൈറ്റി സാധനം മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ വന്നിട്ട് തന്നെ കുറേയായി. ലൈക്ക് എനിക്കത് ഫസ്റ്റ് ചിലർക്ക് മകന ചിലർക്ക് നൻപന അങ്ങനെ ഒരു സാധനമുണ്ട്. അത് ഓക്കെയാണ്, അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് നൈസായിരുന്നു, കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു, ബീറ്റ് നല്ല സുഖമുണ്ടായിരുന്നു. ആൻഡ് എസ്പെഷ്യലി ദാറ്റ് സെറ്റ്, ഹ്യൂജ് സെറ്റും ആ കളർ ടോണും എഡിറ്റ്സും കാര്യങ്ങളെല്ലാം. ആൻഡ് ഒബ്വിയസ്ലി മാൻ ദാറ്റ് കോംബോ, ഈ കോംബോ അത് തിയേറ്ററിൽ ഒരു ഓളം എന്തായാലും ഉണ്ടാകുന്നു 100% ഉറപ്പാണ്. പ്രത്യേകിച്ച് ലാലേട്ടനല്ല എജ്ജാതി എനർജിയാണ്. ലൈക്ക് ലാലേട്ടന് ഈ ഒരു ഡാൻസ് മൂഡിൽ അല്ലെങ്കിൽ ഇത്രയും എനർജറ്റിക് ആയിട്ട് ഇത്രയും ഹാപ്പി ആയിട്ട് ആ മുഖത്തൊക്കെ എന്തൊരു ഗ്ലോ ആണ്. ഞാൻ ഇതുവരെ കുറേ കാലമായി ലാലേട്ടന് ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ കിട്ടും. പണ്ടത്തെ നമ്മളെ ഹലോയിലൊക്കെ ഇങ്ങനെ ഒരു അഴിഞ്ഞാടിയ ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ലാലേട്ടൻ ഇതിൽ കാണുന്ന പോലെ മേ ബി അതിനേക്കാളും കൂടുതൽ കുറച്ചും ഇപ്പോൾ ബോഡിയിലൊന്ന് ടോൺ ആയതുകൊണ്ട് മൂപ്പര് ഭയങ്കര ഡാൻസ് സ്റ്റെപ്പൊക്കെ നൈസാണ്. ലൈക്ക് നമുക്കത് ഭയങ്കര നമുക്കിങ്ങനെ എനർജി കയറി വരുന്ന ഓരോ ഫീൽ. അതേപോലെ ദിലീപും ലുക്ക് വൈസിലും ഡാൻസ് വൈസിലും വേറെ ലെവലായിട്ടുണ്ട്. ലൈക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പാട്ട്. ഇത് സ്ലോ പോയിസൺ ആണെന്ന് എനിക്ക് തോന്നുന്നു. സ്ലോ പോയിസൺ എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ എനിക്ക് ഫസ്റ്റ് ടേക്കിൽ തന്നെ 4 മിനിറ്റ് എൻജോയ് ചെയ്ത് തെറോലി എൻജോയ്. ലൈക്ക് നമുക്കൊരു അനിരുദ്ധ് മ്യൂസിക് ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അനിരുദ്ധ് ആ തമിഴ് പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ലിറിക്സ് നമ്മൾ മറക്കും. ലൈക്ക് ആ ഒരു ബീറ്റിനനുസരിച്ച് നമ്മൾ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഒരു പാട്ട്. അത് എന്തായാലും ഈ പാട്ടും മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണോ ആ പടത്തിൻ്റെ ഒരു മൂഡ്, പടം ഉണ്ടാക്കാൻ പോകുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു മാഡ്നസ് എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലൊരു സംഭവം ഇതിൽ കൊണ്ടുവന്ന പോലെ. ലൈക്ക് അതുമല്ല നമ്മളെ ലാലേട്ടനും ദിലീപും അല്ലെങ്കിൽ അവർ രണ്ടാളും ആ ഒരു കോംബോ ഒരുമിച്ച് കാണുന്ന സമയത്ത്, ഒരുമിച്ച് ഡാൻസ് കാണുന്ന സമയത്ത് എന്തൊരു എനർജിയാണ്. ലൈക്ക് 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് 65 വയസ്സുള്ള ലാലേട്ടനും ഈ 54 വയസ്സുള്ള ദിലീപും ഒരുമിച്ച് വരുമ്പോൾ എൻ്റെ മോൻ ഈ ഒരു കോംബോ കിഡിലും സാധനമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. എന്തിനാണ് ആൾക്കാർ നെഗറ്റീവ് പറയുന്നത് എനിക്ക് അറിയില്ല. ഏതായാലും 4 മിനിറ്റിലെ പ്യൂർ ഒരു വൈബ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയില്ലോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ കിട്ടിയവരുണ്ടാവും, കിട്ടാത്തവരുണ്ടാവും. മേ ബി എനിക്ക് ഇതൊരു പ്യൂർ വൈബായിട്ട്, നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് പറയുന്ന സമയത്ത് ആ മൂഡ് ഈ പാട്ടിലൊക്കെ കാണാൻ പറ്റുന്നത്. എസ്പെഷ്യലി സോ ഹാപ്പി ടു സീ എന്താണ് ലാലേട്ടനും ദിലീപേട്ടനും ഒരുമിച്ച് ആ ഒരു സ്റ്റെപ്പ് കളിക്കുമ്പോഴും എനർജിയും എന്തുവാണ്. ലൈക്ക് ആ ഒരു വേഷം, അവരുടെ കോസ്റ്റ്യൂം തന്നെ ഭയങ്കരമാണ്. ലാലേട്ടൻ ആ ഷർട്ടും പാൻ്റൊക്കെ ഇട്ട് വരുന്ന സമയത്ത് തന്നെ ആ ഒരു ഹെയർ സ്റ്റൈലിൽ ഒരേപോലെയാണ്. ബ്രദേഴ്സാണ്. മാൻ തീ സാധനം. തിയേറ്ററിൽ കാണാൻ വെയിറ്റിംഗ് ആണ്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക പാട്ടിനെ കുറിച്ച്, ഡാൻസിനെ കുറിച്ചിട്ടുള്ള. ഇതിന്റെ ഫുൾ വീഡിയോ ഇറങ്ങുമ്പോഴാണ് ഇത് കുറച്ചുകൂടി ഭംഗി വരിക. മൊത്തത്തിൽ ഡാൻസ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മകളെ പക്ക തൂക്ക്. ലൈക്ക് പക്ക എനർജറ്റിക് സോങ്, എനർജറ്റിക് ലാലേട്ടൻ ആൻഡ് ദിലീപ്, ജനപ്രിയ നായകൻ ആൻഡ് നമ്മുടെ സ്വന്തം റിയലോജി മോഹൻലാൽജി. സോ ഡിസംബർ 18 വെയിറ്റിംഗ് ആണ്. ഭയം ഭക്തി ബഹുമാനം.